ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കന്യകാമറിയത്തിൻ്റെ രാജ്ഞിത്വം. ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ 8-ാം ദിവസം അവിടുത്തെ രാജ്ഞീപദ തിരുനാൾ ആഘോഷിക്കുന്നത് സമുചിതമാണ്. വിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടതിന് ശേഷം സ്വർലോകരാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെട്ടു എന്ന് ജപമാലയുടെ 5-ാമത്തെ രഹസ്യത്തിൽ നാം ധ്യാനിക്കാറുണ്ടല്ലോ. കർത്താവിൻ്റെ രാജ്യത്വ തിരുനാൾ നാം പ്രഖ്യാപിക്കുമ്പോൾ അവിടുത്തെ മാതാവിൻ്റെ രാജ്ഞീപദ തിരുനാൾ നാം പരോക്ഷമായി പ്രഖ്യാപിക്കുന്നു. തന്നിമിത്തം 1925 കർത്താവിൻ്റെ രാജ്യത്വ തിരുനാൾ നാം ആഘോഷിച്ചു തുടങ്ങിയപ്പോൾ അവിടുത്തെ മാതാവിൻ്റെ രാജ്ഞീപദ തിരുനാൾ ആഘോഷിക്കുവാൻ ദൈവമാതൃഭക്തരായ ക്രിസ്ത്യാനികൾക്ക് പ്രചോദനമായി. വളരെ പ്രാചീനമായ പരിശുദ്ധരാജ്ഞി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ദൈവമാതൃഭക്തിയുടെ തീവ്രത വ്യക്തമാക്കുന്നുണ്ട്. യാക്കോബിൻ്റെ ഭവനത്തിൽ കർത്താവ് എന്നും വാഴും, അവിടുത്തെ രാജ്യത്തിന് അതിർത്തി ഉണ്ടാകുകയില്ല എന്നീ വചനങ്ങൾ ദൈവമാതാവിൻ്റെ രാജ്യത്വ പദവിക്ക് സാക്ഷ്യം വഹിക്കുന്നു. വിശുദ്ധ ഗ്രിഗറി സന്യാസൻ ദൈവമാതാവിനെ അഖിലലോക രാജാവിൻ്റെ അമ്മ, അഖിലലോക രാജാവിനെ പ്രസവിച്ച കന്യകാംബ എന്നിങ്ങനെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. സഭാപിതാക്കന്മാരുടെ ഈ വചനങ്ങൾ വിശുദ്ധ അൽഫോൺസ് ലിഗോരി ഇങ്ങനെ സമാഹരിക്കുന്നു: രാജാതിരാജൻ്റെ മാതൃസ്ഥാനത്തേക്ക് മറിയത്തെ ഉയർത്തിയിട്ടുള്ളതുകൊണ്ട് തിരുസഭ അവളെ രാജ്ഞി എന്ന മഹനീയ പദം നൽകി ബഹുമാനിച്ചിരിക്കുന്നു. 80-ാം പിയൂസ് മാർപ്പാപ്പ പറയുന്നു: സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായും മാലാഖമാരുടെയും വിശുദ്ധരുടെയും സ്വർഗീയ വൃന്ദങ്ങളുടെയും ഉപരിയായി കർത്താവ് മാതാവിനെ നിശ്ചയിച്ചിരിക്കുന്നതുകൊണ്ട് തിരുസഭ അവളോട് പ്രാർത്ഥിക്കുന്നു. ആയതിനാൽ നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ ദൈവമാതാവിന് സമർപ്പിക്കാം. ആമേൻ.